നമ്മള് ഇപ്പോ നമ്മുടെ ഒരു കടുവ ഉണ്ട് എന്ന് ഇവിടുത്തെ പണിക്കാരും ആളുകളും കണ്ട സ്ഥിതിക്ക് നമ്മുടെ മദാരി എസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്, മെയിൻ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തെരച്ചിലുള്ള അവർ കണ്ടു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകളും RRT അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെന്നുള്ളത് ബ്ലോക്ക് മെമ്പർ ശൈലേഷും ഇവരൊക്കെ എല്ലാവരും പോയി കണ്ടു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും കണ്ട ആളൊന്ന് ആരാ എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് കണ്ടത്, എന്തിനാ അദ്ദേഹം അവിടെ പോയി എന്നുള്ള വിവരം കൂടി അദ്ദേഹം പറയട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എന്തായാലും അല്ല, നിങ്ങളപ്പോൾ അത് കണ്ടു, നിങ്ങൾ വീഡിയോ എടുത്തൊന്നുമില്ല അറിയാൻ സംഭവം? ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ മദാരി എസ് വളവിൽ ഇങ്ങനെ കടുവനെ കണ്ടുവന്നൊരു ഇതൊരു പാണ്ടിക്കാട് നിന്ന് ഇവിടെ വന്നത് കുളിച്ചാൻ എന്തിനാ വന്ന ചെങ്ങായിയാണ്. അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി കയറി പോകുന്നുണ്ട്, ഫോറസ്റ്റ് വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ വന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ കുറച്ച് കയറിയപ്പോൾ കടുവനെ ഇവിടെ അടുത്തായിട്ട് തന്നെ കണ്ടുകയും ചെയ്തു. ഞാൻ എൻ്റെ ചെറിയ വീഡിയോ എടുക്കുകയും ചെയ്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളും പോയി അതിനപ്പം അതിനപ്പം പോയി മൂപ്പരപ്പണിനോ നിങ്ങൾ കണ്ടു സംഭവം? കടുവനെയാണല്ലേ? പശുവിനുള്ള വലിപ്പുണ്ടല്ലേ? ഇത് വെള്ളം കുടിക്കാൻ പോയതിന്റെ വക്കത്ത് 12 മണിയായ 3-4 ദിവസമായിട്ട് സീറ്റിലും ഇവിടെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്ര ആൾക്കാർ കണ്ടിട്ട് ആ സാധനം ഒന്ന് ഓടെ ഒന്നും ചെയ്തിട്ടില്ല. 2 ഫോറസ്റ്റുകാര് റബ്ബറിന്റെ മരത്തിന്റെ മുകളിൽ കയറി പേടിച്ചിട്ട് ജീവനെ പേടി ആർക്കും ഉണ്ടാവൂലേ. അപ്പൊ എന്താ പറയുന്നത് ബോസ്? എന്താ പറയണത്? ഇപ്പോൾ വെടി വെക്കൂലെ 10-100ഓളം ഫോറസ്റ്റുകൾ വന്ന് ക്യാമ്പ് അടിച്ചിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ട്. RRT എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ജനങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകാൻ വേണ്ടി നമ്മളുണ്ട് ഇവിടെ. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ജലീൽ. ജലീൽ ഇവിടെ തന്നെ? ഞാനിവിടെ ഇപ്പൊ ഈ അടുത്ത് കടവ് പിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ വീടിന്റെ തൊട്ടടുത്താണല്ലേ? ഞാൻ ഇതിന്റെ പിന്നാലെ 7 ദിവസമായി. ബ്ലോക്ക് മെമ്പർ സൈലേസ് ആണ്. ആയിക്കോട്ടെ, ഓക്കെ. എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, പിന്നെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്, ആളുകളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോത്തൻകാട് എന്നുള്ളത് നമ്മളത് എസ് വളവ് എന്നുള്ളത് ഇതിനെന്ത് പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ കാട് മൂടി, അത് പറയാതിരിക്കാൻ നിവൃത്തില്ല. നമ്മൾ ഈ റബ്ബർ എസ്റ്റേറ്റുകളൊക്കെ ഈ കാട് മൂടിയ അവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. എല്ലാ റബ്ബർ എസ്റ്റേറ്റുകളും കാട് മൂടി, അത് വെട്ടാത്തത് കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഈ ഒരു താവളമായി നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പണിക്കാരെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാടിനേറ്റ് പരിചയമല്ല, ഈ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും 90% കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഉദ്യോഗസ്ഥരും RRT അംഗങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിവരങ്ങൾ അറിയാം നമുക്ക്. എന്തായാലും ആളുകൾ കൂടുതലൊന്നും ഈ ഭാഗത്തേക്ക് വരണ്ട. രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പ്രദേശത്തൂടെയൊക്കെ, അതുപോലെ തന്നെ ഉച്ച സമയത്ത് കുളിക്കാൻ വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് കടക്കരുത്. ഇപ്പോൾ പാണ്ടിക്കാടത്ത് ഏതൊരു വ്യക്തി വന്നപ്പോഴാണ് ഇത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിവരങ്ങൾ ഞാൻ അറിയിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അറിഞ്ഞ പാടെ തന്നെ വന്നിട്ടുണ്ട്.